ഇന്ന് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പീറ്റർ പാൻ ജീൻസ് ടോപ്പിൻ്റെ കോളർ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. കണ്ടോളൂ. ആദ്യം തന്നെ ക്യാൻവാസ് രണ്ടായി മടക്കിയിട്ട് മടങ്ങിയ ഭാഗത്ത് കഴുത്ത് കട്ട് ചെയ്ത് വെച്ച കഴുത്തുണ്ടല്ലോ, ആ കഴുത്ത് വെച്ച് ഒന്ന് വരച്ച് കൊടുക്കുക, ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം അതിന് പുറത്തായിട്ട് ഒരു 1.5 ഇഞ്ച് വീതം നമുക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെ 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 2.5 ഇഞ്ചാണ് കോളറിൻ്റെ വീതി. ആ 2.5 ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്യണം. 2.5 ഇഞ്ച് വീതം നമ്മൾ എല്ലായിടത്തും മാർക്ക് ചെയ്തു. 2.5 ഇഞ്ച് ലാസ്റ്റ്. എന്നിട്ട് ആ മടങ്ങിയ ഭാഗത്തുനിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 2 ഇഞ്ചിൽ കൂടെ വേണം നമുക്ക് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം. കണ്ടോ, ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പ് വരച്ച് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മടങ്ങിയ ഭാഗത്തുനിന്ന് 2 ഇഞ്ച് നീങ്ങിയിട്ടാണ് നമ്മൾ റൗണ്ട് വരച്ചിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ക്യാൻവാസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതുപോലെ ഇത് വെച്ച് അയൺ ചെയ്യുകയോ അടിച്ചു പിടിപ്പിക്കുകയോ ചെയ്യാനായിട്ട് 2 പീസ് തുണി വീതം വേണം. ഉണ്ടോ, 2 പീസ് വീതം വേണം ഓരോന്നിനും. അപ്പോൾ 4 പീസ് തുണിയാണ് വേണ്ടത്. നമുക്കിതിങ്ങനെ തയ്യൽ തുമ്പ് ഇട്ട് കട്ട് ചെയ്തെടുക്കാം. ചുറ്റും ആ ക്യാൻവാസിൻ്റെ ചുറ്റും തയ്യൽ തുമ്പ് വേണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഷേപ്പ് വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 4 പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. റൗണ്ടിൽ കൂടെ കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പിൽ തന്നെ ഉണ്ടോ. 2 വീതം വെച്ചിട്ട് നല്ല ഭാഗത്തിന് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്യാൻവാസ് ഒട്ടിച്ചത് വെച്ച് അടിക്കുക. ലൈനിങ് മേലാണ് ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ കനം കുറഞ്ഞ തുണിയായതുകൊണ്ട് വെള്ള നിറം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. റൗണ്ടിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. 2 അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ആ റൗണ്ടിൽ കൂടെ പുറത്ത് വശത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുക. ഉൾവശം ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് കൂടുതൽ നിൽക്കുന്നത് എഴുത്തുമ്പൊക്കെ ഒപ്പം കട്ട് ചെയ്ത് കളഞ്ഞു. 2 അതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി കുഞ്ഞു കട്ടിട്ട് നമുക്ക് ഇതിനെ മറിച്ചെടുക്കണം. മറിച്ചെടുത്ത് കണ്ട നല്ല റൗണ്ടായി മറിച്ചെടുക്കുക. ഉൾവശം നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് വയ്ക്കുന്ന ഭാഗത്ത് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം. അതുപോലെ 2 പീസും നമുക്ക് ചെയ്യാം കേട്ടോ. 2 പീസും ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. മറ്റേ പീസും ഇങ്ങനെ 2 പീസും മറിച്ച് എടുത്തു. ഇനി ഇത് നമുക്ക് കഴുത്തിൽ വെച്ചടിക്കാം. ചീത്ത ഭാഗത്തിൻ്റെ മുകളിൽ വെച്ചാണ് അടിക്കുന്നത്. കഴുത്തിൻ്റെ സെൻറ്ററിൽ വെച്ച് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് വേണം അടിക്കാൻ. ചീത്ത ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങാം. അങ്ങനെ കഴുത്തിൻ്റെ ഭാഗം അടിച്ചെടുക്കുക. 2 ഭാഗവും അങ്ങനെ അടിച്ചെടുത്ത് കുഞ്ഞ് കട്ടിട്ട് മറക്കണം കേട്ടോ. രണ്ടാമത്തെ ഭാഗം നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുക്കുക. അടിച്ചെടുക്കൽ കഴിഞ്ഞ് കുഞ്ഞ് കട്ടിട്ട് നമുക്കതിനെ മടക്കി വെച്ച് നോക്കാം. ശരിയായിട്ടുണ്ട്.
ഇനി നമുക്കത് പതിച്ചടിക്കുന്നതിന് മുന്നേ നമുക്ക് ഉൾവശത്ത് കൂടി ഒരു പതിച്ചടി കൊടുക്കാം. ഉൾവശത്ത് കൂടെ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെയാണ് അടിക്കുന്നത് കേട്ടോ. ഇങ്ങനെ പതിച്ചടിച്ച് തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്കേക്ക് വെച്ച് അടിച്ചൊരു കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ മറച്ചിട്ടതിന് ശേഷം നമുക്ക് പതിച്ചൊരടി വേറെ കൊടുക്കാം. കഴുത്തിൻ്റെ മേലെ കൂടെ ഒരു പതിച്ചടി കൊടുക്കാം. പ്രസരിപ്പ് കൊടുക്കുക എന്നൊക്കെ പറയും ആൾക്കാർ. അതുപോലെ കഴുത്തടിച്ച് എടുത്തു. അവിടെ കോളർ നെക്ക് റെഡിയാക്കി. കണ്ടോ, ഇതാണ് കോളർ. ഇത് നമുക്ക് കുർത്തി തയ്ക്കാം കേട്ടോ.